ഹായ്. ഇന്നൊരു നമ്മൾ പറയാൻ വരുന്നത് നമ്മുടെ ഇപ്പോൾ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വയനാട് സൈഡിൽ ഉരുൾപൊട്ടി ഒത്തിരിയും പേര് മരിച്ചു. അപ്പനും അമ്മയും ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും പൊടിക്കുഞ്ഞുങ്ങളും എല്ലാവരും 200 സംതിങ്ങോളം ആൾക്കാരിപ്പം മരണപ്പെട്ടെന്നാണ് വിവരം. കുറച്ച് പേരെ കാണാനില്ല. അവരുടെ ഓരോ ആയുഷ്കാലം മൊത്തം സമ്പാദിച്ചു വെച്ചതും സ്വർണ്ണമായാലും പണമായാലും എന്തുമായാലും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. ഒത്തിരി സങ്കടം തോന്നുന്നു. അതുപോലെ ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ലൈവ് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിന്ന് വരുന്ന പൈസകളെല്ലാം അത് ഓൾറെഡി ലാസ്റ്റിലേ അവർക്ക് അത് കിട്ടത്തുള്ളൂ. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടേക്ക് തന്നെയുള്ള പൈസകൾ അവർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട പൈസകളായാലും ആരെങ്കിലും ഡൊണേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും സഹായിക്കുന്നുണ്ടവരും നേരിട്ട് തന്നെ അവരുടെ നാട്ടിൽ പോയി കയ്യിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതലായിട്ട് അനുയോജ്യം. കാരണം അവർക്ക് വേണ്ടതാണ്. ഇതൊക്കെ കിട്ടി വരുമ്പോഴത്തേക്ക് സമയങ്ങൾ ഒത്തിരി പോകും. അപ്പം സഹായിക്കുന്ന ഇപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും സാധനങ്ങളായാലും ഫുഡായാലും തുണികളായാലും മെത്തയായാലും എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ പോകുന്നവർ പൈസ കൊടുത്ത് സഹായിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് അവരുടെ കയ്യിൽ തന്നെ ഓരോരുത്തർക്കും അവരവരുടെ കയ്യിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഉപകാരമായിരിക്കും അവർക്ക്. കാരണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഉടുതുണി മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ വീഡിയോയിൽ കാണുന്നുണ്ട് മഴവെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്നതും മഴയുടെ കീഴിൽ നിന്ന് മഴവെള്ളത്തിൽ നിന്ന് എടുക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. ഓക്കെ, ഡയറക്റ്റ് നമ്മൾ തന്നെ പോവുക. ഓരോ സംഘടനകൾ ഓരോരോ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്ന്. അവരെല്ലാം സാധനങ്ങൾ അവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പൈസകളോ കാര്യങ്ങളോ എന്തെങ്കിലും സഹായങ്ങളോ ആർക്കെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ അവർ ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതലായിട്ട് അനുയോജ്യം. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് നോക്കുക. ഓക്കെ, എല്ലാവരും സഹകരിക്കുക. നാളെ നമുക്കും ഇങ്ങനൊരവസ്ഥ വരാം. അതുകൊണ്ട് എല്ലാവരും മടി കാണിക്കാതെ ഒന്നിച്ച് നിന്ന് അവരെ മുന്നേറി കൊണ്ടുവരാനോ ഉള്ള എല്ലാം റിയലായിട്ട് നോക്കുക. പിന്നെ കുറച്ച് പേരെ കാണാനുണ്ട്, ഒഴുകിപ്പെട്ടു പോയവരുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒത്തിരി മനംനൊന്താണ് വീഡിയോ ഇടുന്നതും പറയാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഈ ഒരു പോയിൻ്റ് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ സഹായിക്കുന്നവർ ആരായാലും 1 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും അത് അവിടെ ചെന്ന് അവരുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും അനുയോജ്യമെന്ന് ഞാൻ ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. കാരണം മറ്റേ ഉള്ള പൈസകളെല്ലാം കിട്ടാൻ ഒത്തിരി താമസം വരും. അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകാനും ഉള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ഇച്ചിരി ഒന്ന് കരകയറ്റാനുമുള്ള ഇതാണ് പറയുന്നത്. അപ്പം കഴിയുന്നത് അത്രയും ആൾക്കാർ സഹായിക്കുക. കൂടുതലും അവിടെ ചെന്നതിന് ശേഷം അവരുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതലായിട്ട് അനുയോജ്യം. ഓക്കെ, അപ്പം എല്ലാവർക്കും അതുപോലെ ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.